ഹലോ ഗേസ്, നമ്മുടെ അടുത്തൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ദില്ലി ഹാട്ടിലേക്കാണ്. ദില്ലി ഹാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി ഇന്ത്യയാണ്. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിനും റെപ്രസെന്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോൾസും ഒരുപാട് ഫുഡ് കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിട്ട് മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫുഡിലാണ്. അവിടെ പോയിട്ട് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ കാണാൻ പറ്റും എന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഐ ഹോപ്പ് യു ഗേസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ സീ യു ദെയർ, ബൈ. നമ്മളിവിടെ ദില്ലി ഹാട്ടിൽ എത്തിയിരിക്കുകയാണ്. INA മാർക്കറ്റ് ദില്ലി ഹാട്ട് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. അവിടെ വന്നു കഴിഞ്ഞാൽ വെരി നെക്സ്റ്റ് ദാറ്റ് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ദില്ലി ഹാട്ടുള്ളത്. ഇപ്പോൾ രാത്രി 8 മണിയാണ്. ഏകദേശം നല്ല ക്രൗഡഡാണ് ഇവിടെ. ഇതിന് മുൻപ് ഇവിടെ വന്നപ്പോൾ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല. 30 റുപ്പീസാണ് ടിക്കറ്റിന്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അകത്ത് കയറാൻ പോവാണ്. ഇതാണ് ദില്ലി ഹാട്ട് INA. ദില്ലി ഹാട്ട് ഒരുപാട് സ്ഥലത്തുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ INA എന്ന് പേരിട്ടിട്ടുള്ളത്. ഇവിടെ പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സെല്ലേഴ്സിന് ഇവിടെ കാണാൻ പറ്റും. പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പലതരത്തിലുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതിനൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള സാധനങ്ങളാണെന്ന് അറിയാം. എന്താണെങ്കിലും നമ്മൾ ദില്ലി ഹാട്ടിലേക്ക് കയറാൻ പോവാണ്. അകത്ത് പോയിട്ട് നോക്കാം എന്തൊക്കെ സംഭവങ്ങളാണ് അകത്തുള്ളതെന്നുള്ളത്. ദില്ലി ഹാട്ടിൽ ബാക്കിയുള്ള സ്ഥലത്ത് പോകുന്ന പോലെ തന്നെയാണ്. സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ആ ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ എത്തുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ എത്തുന്നത്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റേറ്റ്സിനുള്ള ഓരോ സ്റ്റാൾസാണ്. ഇപ്പോൾ ഇത് ബീഹാർ ഉത്സവ് എന്ന് പറഞ്ഞാൽ ബീഹാറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റോൾസാണ് ഈ സൈഡിലുള്ളത്. അപ്പുറത്താണെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൾസ് ഒരുപാട് അവിടെയുണ്ട്. ഓരോ സ്റ്റോൾസും ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കണ്ട ഒരുപാട് ചെറിയ ഓട്ടോ ഭയങ്കര അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓട്ടോസ് മാത്രമല്ല, ആന, ചെറിയ വളരെ ചെറിയ ഈ സാധനങ്ങളൊക്കെ. ഇതിൻ്റെയൊക്കെ വലുപ്പം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കണം, അപ്പോഴാണ് അത്രയും ചെറുതാണെന്ന് മനസ്സിലാവുക. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നേരത്തെ നമ്മൾ കണ്ട ആനകൾ ഭയങ്കര ആൻറ്റിക് ഡിസൈൻ ആണെങ്കിൽ ഇവിടെ ഭയങ്കര കളർഫുള്ളായിട്ടാണ് ആനകൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് ദില്ലി ഹാട്ടിലൊരു മെയിൻ സ്പോട്ടാണ്. ഇവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇവിടെ ഓരോ സ്റ്റേറ്റ്സിനും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റോൾസ് ഉണ്ടെങ്കിലും ഞാൻ തിരഞ്ഞു നോക്കുന്നത് കേരളമാണ്. പക്ഷേ കേരളം ഇല്ല തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബീഹാർ ഉത്സവ് നടന്നുകൊണ്ടിരിക്കുക, ബീഹാർ ഉത്സവ് 2025. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ബീഹാറിൻ്റെ സ്റ്റോൾസാണ് ഉള്ളത്. എന്നാലും കേരള സ്റ്റോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയോ റോസ്റ്റഡ് നംകീൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് ഒരുപാട് പേര് വന്ന് വാങ്ങിക്കുന്നുണ്ടാവും. നമുക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പിക്കിൾസാണ്. ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഏക്കായേ പക്ഷെ നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഇതൊന്നും കണ്ടിട്ട് എനിക്കൊന്നും ആവില്ല. നമ്മുടെ ലക്ഷ്യം അപ്പുറത്ത് ഫുഡ് കൗണ്ടർ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്സും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്റ്റോൾസാണ്. കേരളം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇത്തവണ നമുക്ക് പോയി നോക്കാം തുറന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് ഫുഡ് സ്റ്റോൾസ്. ഇവിടെ എല്ലാ സ്റ്റോൾസിനും നല്ല തിരക്കുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ചുമ്മാ വന്ന ആളുകൾ നോക്കിയതിന് ശേഷം കൂടുതൽ ആളുകൾ വരുന്നത് ഭക്ഷണം കഴിക്കാനാണ്. ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ നല്ല തിരക്കുണ്ട്, എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. ബാക്കിയുള്ളിടത്തെല്ലാം ചുമ്മാ കയറി റേറ്റ് ചോദിച്ച് ഒരു ഈവനിങ് അടിപൊളിയാക്കാൻ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ എത്രത്തോളം ഇവിടേക്ക് ബിസിനസ് നടക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കൂടുതൽ പേര് എനിക്ക് തോന്നുന്നത് നോക്കുന്നത് ഒരു കൗതുകത്തിൻ്റെ പുറത്തായിരിക്കും. ഇവിടെ മോമോമി ഉണ്ട്. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ മോമോ ആണെന്ന് തോന്നുന്നുണ്ട്. മോമോ പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ലിസ്റ്റുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ എന്നുള്ളത്. മോമോമിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എനിക്കിതാ കാണാം, മോമോമിയ അരുണാചൽ പ്രദേശിൻ്റെ സ്റ്റോളാണ്. ഇവിടെ എല്ലാ സ്റ്റോളിനും ഒരു നമ്പർ ഉണ്ട്. നമ്മുടെ ഐറ്റം വന്നിരിക്കുകയാണ്. ഇതാ മോമോസ്. ഇവിടെ 8 പീസാണുള്ളത്. സാധാരണ എല്ലാ കടകളും ഹാഫ് പ്ലേറ്റ് കിട്ടും. ഇവിടെ ഹാഫ് പ്ലേറ്റ് ഇല്ല, ഇവിടെ ഫുൾ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. 180 റുപ്പീസാണ് ചിക്കൻ സ്റ്റീം മോമോസിന്. 10 റുപ്പീസിന് ഡിഫറൻസ് ഉണ്ടാകും, അത് ഫ്രൈഡ് ആണെങ്കിൽ. ഇതിപ്പോൾ സ്റ്റീമാണ്. 180 റുപ്പീസിന് 8 പീസസ്. അതിനൊരു റെഡ് ചട്നി ഉണ്ട്, ഒരു സൂപ്പ് പോലെ എന്തോ ഒരു സാധനമുണ്ട്. കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് റെഡ് ചട്നിയിൽ മുക്കിയത്. നല്ല ഹോട്ടാണ് ചട്നിയും. മോമോസിന്
സ്പൈസി അല്ല, മൊമോസ് ഒട്ടും സ്പൈസി അല്ല, പക്ഷെ ചട്നി ഈസ് റിയലി വെരി ഹോട്ട്. നല്ല ഹോട്ടാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കഴിക്കുന്നത് നിർത്താൻ തോന്നുന്നില്ല. ഒന്നാമത് ചൂടും ഉണ്ട്, പിന്നെ സ്പൈസിയാണ്. ഭയങ്കര ഹോട്ടായിരുന്നു ആ മൊമോസ് അല്ല ഹോട്ട്, അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ചട്നി, റെഡ് ചട്നി ഭയങ്കര ഹോട്ടായിരുന്നു. പിന്നെ ഞാൻ ഹാഫ് പ്ലേറ്റ് ആണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സ്റ്റോൾസ് ഉണ്ടല്ലോ എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഫുൾ പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. 8 പീസസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം നല്ല എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇനിയും എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. കാരണം ഇവിടുത്തെ മെയിൻ സാധനം സ്റ്റോൾസാണ്. പിന്നെ ഇവിടെ ഒരു കേരള സ്റ്റോൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ കേരള സ്റ്റോൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ പുറത്ത് 1-2 സ്റ്റോളിൽ കയറിയിട്ട് പറ്റുന്ന പോലെ കഴിക്കാം. നമ്മൾ ഫുഡ് കഴിച്ച ഈ കടയിൽ വന്നിട്ടേ ചോദിച്ചു നോക്കി ഇവിടെ കേരള സ്റ്റോൾ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ അവർ പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കേരള സ്റ്റോളില്ല എന്നാണ്. ഇവിടെ എനിക്ക് ഭയങ്കര അത്ഭുതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റിൻ്റെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും കേരളത്തിൻ്റെ ഒരു പരിപാടി എവിടെ ആരും എടുക്കുന്നില്ല. നമ്മൾ ഒഴിവാക്കി, നമ്മളാർക്കും വേണ്ട. പക്ഷേ ചില ആളുകൾ പറയുന്നത് കേരള സ്റ്റോൾസ് വരാത്തത് ഇവർക്ക് വേണ്ടാത്തതുകൊണ്ടല്ല, കേരളം ഇവിടെ ഒന്നും തുടങ്ങുന്നില്ല എന്നാണ്. പക്ഷെ നമുക്കിതിപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഈ സ്റ്റോൾസിലൊന്നും കേരളം റെപ്രസെൻറ്റ് ചെയ്തിട്ടൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇനി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലസ്സി സ്പോട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരു ലസ്സിയോട് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് ഭക്ഷണം കഴിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ആ മൊമോയിൽ കുറച്ച് പാളിപ്പോയി. ഒരു ഹാഫ് പ്ലേറ്റ് ഉള്ളത് എടുത്താൽ മതിയായിരുന്നു. ഇത് ഫുൾ പ്ലേറ്റ് ആയതുകൊണ്ട് ഫുള്ളായി ഗൈസ്, ഫുള്ളായി. ഈ രാജസ്ഥാൻ്റെയാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തത് കേസരിയ ലസ്സിയാണ്. ഇതിവിടെ വളരെ ഫേമസ് ആണ്. ഇതെന്താണെങ്കിലും മസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കേസരിയ ലസ്സി, 120 റുപ്പീസിൻ്റെ. ഭയങ്കര യെല്ലോയിഷ് കളറാണ് സാധനം. കുടിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഭയങ്കര സ്വീറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ വളരെ ലൈറ്റായിട്ട് സോൾട്ടോടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കേസരി ലസ്സി ആണെങ്കിലും കേസറിൻ്റെ ഒരു ടേസ്റ്റ് എവിടെയും വരുന്നില്ല. ഒരു യെല്ലോയിഷ് കളർ മാത്രമുണ്ട്. അതുകൊണ്ട് കളറിനാണ് അവർ പേരിട്ടിരിക്കുന്നതെന്നാണ്. ഇവിടെ നമ്മളെ വിളിച്ച് നിർത്തി അവർ സാധനങ്ങൾ നോക്കാൻ വേണ്ടി പറയാണ്. ഇത് കശ്മീരിൻ്റെ സ്റ്റോളാണ്. ഇവിടെ എന്തൊക്കെയോ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കളേഴ്സും നല്ല ഭംഗിയുണ്ട്. ഹൗ മച്ച് ഈസ് ഇറ്റ്? This one 3000 rupees. This is the shawl, then make coat. ഓക്കെ. ഹൗ മച്ച്? This one 3000. 3000. 3000 റുപ്പീസാണ് ഇതിന്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര മനസ്സിലാവില്ല. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 3000 റുപ്പീസിന് നമ്മളവിടെ നിന്ന് ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല കളേഴ്സും നല്ല ഡിസൈൻസും ആണ്. We have more collection in this. അപ്പോൾ ഇതാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. ഇവിടെ കാശ്മീരി ഷോളാണ് ഈ ഒരു കൗണ്ടറിലുള്ളത്. ഇവിടെ കാശ്മീരി ഷോൾ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. അവരെല്ലാം സാധാരണ എവിടെയും തൊട്ട് നോക്കരുത് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ എല്ലായിടത്തും പ്ലീസ് ടച്ച് എന്നാണ് പറയുന്നത്. കാരണം അത്രയും സോഫ്റ്റാണ്. ഫീൽ ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ സെല്ലേഴ്സ് എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാണ്. സാധാരണ ചില ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ ഒന്നും നോക്കരുത്, തൊടരുത് എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലി സെല്ലേഴ്സാണ് എല്ലായിടത്തും ഉള്ളത്. നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിൽ തന്നെ എല്ലാവരും വിളിച്ച് അവർ സാധനങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഓവർ എക്സ്പെൻസീവ് ഒന്നല്ല, ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. നമ്മൾ ഈ ഗിംബിൽ എല്ലാം ആയി ഭയങ്കര സെറ്റായി വന്നതിന് ശേഷം ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചാനലിൻ്റെ പേര് വയ്ക്കും. അവർ വിചാരിക്കണ ഒരു 100K ഒക്കെ ഉള്ള ചാനലാണോ? 4, 3, 7 ഫോളോവേഴ്സുള്ള 7 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലാണ് നമ്മുടെ. ആളുകളുടെ ഇടയിൽ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ചാനൽ പോലും ഇല്ലല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ദില്ലി ഹാർട്ട് കണ്ടത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് മീ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.